മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് പ്രൗഢമായ തുടക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജാഥാനായകന് പതാക കൈമാറിക്കൊണ്ട് യാത്ര ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയാതെ മാനുവൽ ലംഘിച്ചാണ് ശബരിമലയിൽ സ്വർണ്ണ തട്ടിപ്പ് നടത്തിയതെന്നും ഒന്നാം പ്രതിയെ അന്ന് തന്നെ രക്ഷിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്വപ്ന സുരേഷിനെതിരെ കേസ് കൊടുക്കാത്ത ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് തനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്ത് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപത്തെ ഹെറിറ്റേജ് സ്ക്വയറിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയുമാണ് സ്വർണം പോഷണമെന്ന് ആഗ്രഹിച്ചത്. തട്ടിപ്പിലൂടെ ലാഭമുണ്ടാക്കലായിരുന്നു ലക്ഷ്യം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാന കടത്താൻ ശ്രമിച്ചതും ഇതേ ടീമാണെന്നും VD സതീശൻ ആരോപിച്ചു. ഒന്നാം പ്രതിയെ തന്നെ രക്ഷിച്ചേക്കുവാണ്. ഈ സ്വർണം പൂശിയ പാല് കൊടുക്കുമ്പോൾ ചെമ്പ് പാല് എന്ന് എഴുതി കൊടുക്കുക. അതുകൊണ്ടാണ് അയാൾക്ക് കൂട്ടമില്ലാത്തത് ഇപ്പോഴും. പക്ഷെ ഹൈക്കോടതി വിധി ഞാനപ്പോൾ സംശയം പറഞ്ഞു. ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്. 39-40 ദിവസം കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു സംശയം, ഞാനൊരു സംശയം പറഞ്ഞു, ഇത് കൊണ്ടുപോയത് ഒറിജിനലാണോ എന്ന സംശയമുണ്ട്. കാരണം 40 ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ. അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി, വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ സംശയം ഞാൻ പറഞ്ഞു. ഒക്ടോബർ 6-ാം തീയതിയിലെ ഹൈക്കോടതി വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാം? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല, കൊണ്ടുപോയത് വ്യാജ മോൾഡ് ഉണ്ടാക്കി വേറെ ചെമ്പുപാലയം കൊണ്ടുപോയേക്കാണ് മദ്രാസിലേക്ക്. അപ്പൊ ഒറിജിനൽ ദ്വാരപാലക ശില്പം എവിടെ പോയി? ഒറിജിനൽ ഇത് സ്വർണ്ണ കവർച്ച നല്ലത്, ഇതിനൊക്കെ അപ്പുറത്താണത്. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 30 കിലോ വിജയ് മല്യ കൊടുത്തു. ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അളന്നു നോക്കിയാൽ ചിലപ്പോ 10, 15, 20 കിലോ സ്വർണം പോയി കാണും. 20 കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നുമല്ല, അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ്. ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, വിറ്റിരിക്കുകയാണ് ഒരാൾ. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. അയ്യപ്പന്റെ പണം കട്ടവരാരും നന്നായി ജീവിച്ചിട്ടില്ലെന്നും അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഭവിച്ചതെന്നും ജാഥാനായകൻ കെ മുരളീധരനും പറഞ്ഞു. സ്വർണം കട്ടവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് നന്നായെന്നും പറഞ്ഞ മുരളീധരൻ കേന്ദ്രം ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഒരേ ടീമാണെന്നും കുറ്റപ്പെടുത്തി. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു സംഗമം വിജയിച്ചുള്ള ഗൂഢാലോചനയാണ് ഈ സംഭവം. ഞാൻ ചോദിക്കട്ടെ, സ്വർണം കട്ടുമെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആദ്യം പറയുന്നത്. കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം കുറഞ്ഞു എന്ന് പറയുന്നത് UDF അല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ സിദ്ദിഖ് പറഞ്ഞതുപോലെ അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ മുള്ളും. പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാശെടുത്ത ചിലർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, കൈക്കോ കാലിനോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അല്പം ചിത്തഭ്രമവും ബാധിച്ചിട്ടുണ്ട്. ജാഥയുടെ ഉപനായകൻ T സിദ്ദിഖ് MLA, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജാഥാനായകനും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ഷാനിമോൾ ഉസ്മാൻ, ബാലകൃഷ്ണൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ സെക്രട്ടറി MC പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയ സംഭവത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും ഇടതുപക്ഷത്തിന്റെ കപടമുഖം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതിനുമായാണ് KPCCയുടെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നത്. ഒക്ടോബർ 18-ന് ചെങ്ങന്നൂരിലാണ് യാത്രയുടെ സമാപനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.